ഈ പൂക്കളുടെ സുന്ദരമായ വാർത്തകളിൽ നിന്ന് നമ്മൾ അതിനേക്കാൾ സുന്ദരമായ ആഭരണങ്ങളിലേക്ക് പോകുന്നു. പ്രശസ്ത ആഭരണ ഡിസൈനറും ബോളിവുഡിലെയും മലയാളത്തിലെയും പ്രശസ്ത നടിമാർക്ക് ആഭരണങ്ങൾ ഡിസൈൻ ചെയ്യുന്ന കലാകാരനുമായ ശ്രീ മോഹൻ നായരാണ് ഇന്ന് മോർണിംഗ് റിപ്പോർട്ടറിലെ അതിഥി. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ രണ്ട് ആഭരണങ്ങളടക്കമുള്ള നിരവധി ആഭരണങ്ങൾ ഒരുപക്ഷെ മലയാളത്തിലെ നിരവധി സിനിമകളിലും സീരിയലുകളിലും നടിമാർ അണിഞ്ഞിരിക്കുന്ന രൂപത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത്തരത്തിൽ ബോളിവുഡിലെയും മോളിവുഡിലെയും അടക്കമുള്ള നടിമാർക്ക് ആഭരണങ്ങൾ ഡിസൈൻ ചെയ്യുന്ന വളരെ പ്രശസ്തനായ വ്യക്തിയാണ് അദ്ദേഹം. സ്വാഗതം. ഈ ആഭരണ ഡിസൈൻ രംഗത്തേക്ക് എങ്ങനെ എത്തിയെന്നുള്ളതൊരു സ്ഥിരം ചോദ്യമാണ്. മറിച്ച് ആഭരണങ്ങൾ സവിശേഷമായി ധരിക്കേണ്ടതുണ്ടെന്നും ആഭരണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളുടെ ശരീരം, നമ്മളുടെ മുഖഭാവം, നമ്മളുടെ ആകൃതി ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു തോന്നൽ എപ്പോഴാണ് താങ്കളിലേക്ക് വരുന്നത്? ആഭരണങ്ങൾ നമ്മൾ എപ്പോൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ജ്വല്ലറി ഒരുപാട് വില കൂടിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളായപ്പോൾ അതിൻ്റെ ഡിസൈനർ ജ്വല്ലറി റിയൽ ഗോൾഡ് കൊണ്ട് ചെയ്യുമ്പോൾ ഒരുപാട് കോസ്റ്റിംഗ് വരുന്നുണ്ട്. അത് കാരണം ഞങ്ങൾ ബ്രാസ് മെറ്റലും അങ്ങനെയുള്ള ഇമിറ്റേഷൻ ജ്വല്ലറികൾ കൊണ്ട് ഡിസൈനർ ജ്വല്ലറി പല ആൾക്കാർക്കും പല രീതികളിലും കൊണ്ടു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഏതൊക്കെ തരത്തിലുള്ള സിനിമാ താരങ്ങളാണ് താങ്കളെ സമീപിച്ചിട്ടുള്ളത്? ആർക്കൊക്കെ താങ്കളുടെ കയ്യിലുള്ള ആഭരണങ്ങൾ അവർക്ക്? മലയാളത്തിൽ സീരിയൽ നടിമാരായ ഉർമിള, അങ്ങനെ ഒരുപാട് ആൾക്കാരും പല സീരിയലിലും ഉള്ള ആൾക്കാരും നമ്മളെ ബന്ധപ്പെടാറുണ്ട്. പിന്നെ നവ്യ നായർ, രമ്യ നമ്പീശൻ, അങ്ങനെ പിന്നെ ഹിന്ദി സീരിയലിൽ ഒരുപാട് സീരിയലിൽ ഞങ്ങൾ ജ്വല്ലറി കൊടുക്കുന്നുണ്ട് ഇപ്പോഴും. അത് മോഹൻ നായരെ പ്രത്യേകം ഇതിനു വേണ്ടി ആവശ്യപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട രസകരമായ അല്ലെങ്കിൽ സവിശേഷമായ ശൈലിയിലുള്ള ആഭരണങ്ങൾ ലഭിക്കുമെന്ന് അവർക്ക് തോന്നാൻ കാരണം എന്താണ്? ഞങ്ങൾക്കുള്ള ഫേസ്ബുക്കുകളും സോഷ്യൽ മീഡിയയൊക്കെ ഒരുപാട് സക്സസ് ആണ്. അന്നേരം അത് കണ്ട് ആൾക്കാർക്കും ഞങ്ങൾ സമീപിക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ബ്രാൻഡ് മീനു ഫാഷൻ ജ്വല്ലറി എന്ന് പറഞ്ഞ ബ്രാൻഡ് ബോംബെയിൽ ഒരുപാട് സക്സസ് ആയ ഒരു കൺസെപ്റ്റാണ്. അത് ബോംബെയിൽ നിന്ന് മാത്രമല്ല, ബോംബെയിലും കേരളത്തിലും ഗുജറാത്തിലും അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും ബോംബെ കിട്ടും ഇന്ത്യക്ക് പുറത്തും ഞങ്ങൾ കൊണ്ടുപോകാനുള്ള പ്ലാനുകളാണ്. മലയാളി പെൺകുട്ടികൾ, മലയാളി സ്ത്രീകൾ അവരുടെ ആഭരണ ഭ്രമങ്ങൾ എങ്ങനെയാണ് എന്നാണ് താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ളത്? അതായത് ഇപ്പോൾ ഗുജറാത്ത് മുംബൈയിൽ 17ാമത്തെ വയസ്സിൽ താങ്കൾ പോയിട്ടുള്ളതാണ്. പല മേഖലകളിൽ ജോലി ചെയ്യുകയുണ്ടായി. ഈ ആഭരണ രംഗത്തുള്ള വിവിധ വ്യക്തികളുമായി പരിചയപ്പെടാനും വിവിധ ശൈലികളിലുള്ള ആഭരണങ്ങളെ അടുത്തറിയാനും എല്ലാം കഴിഞ്ഞു. മലയാളികൾ വിചിത്രങ്ങളായ ആകൃതിയിലുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിൽ പൊതുവെ താല്പര്യം കാണിച്ചിരുന്നില്ല കുറച്ചു കാലം മുമ്പ് വരെ. ഇപ്പോൾ അതിന് മാറ്റം വന്നു. ന്യൂ ജനറേഷൻ ഒരുപാട് ചേഞ്ചസ് വന്നു. പണ്ടത്തെ ആൾക്കാരിൽ നിന്നൊക്കെ പണ്ടുള്ള ആൾക്കാർ 8-10 വളകളും ഒള്ളി യെല്ലോ കളർ മാത്രം, സ്വർണ്ണത്തിൻ്റെ കളർ മാത്രം യൂസ് ചെയ്യുന്നു. ഇപ്പം അങ്ങനെയല്ല, പല കളറുകളും പല സാരിയിൽ കൊത്തുള്ള കളറുകളും പിന്നെ വലിയ ജ്വല്ലറികൾ യൂസ് ചെയ്ത് തുടങ്ങി. ആദ്യമുള്ളൊക്കെ ചെറിയ ജുംകകൾ മാത്രമായിരുന്നു യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇതുപോലുള്ള വലിയ കമ്മലുകൾ കേരളത്തിലുള്ള ജനങ്ങൾ യൂസ് ചെയ്യുന്നത് അതൊരു അത്ഭുതകരമായ കാര്യങ്ങൾ തന്നെയാണ്.